നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം പത്രത്തിന്റെ ഒന്നാം പേജിൽ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് LDF. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ അസാധാരണമായ ഭയം വിതയ്ക്കുന്ന പരസ്യമായാണ് LDF രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം ഈ പരസ്യത്തിനെതിരെ ലീഗ് പ്രവർത്തകരിൽ തന്നെ ചിലർ രംഗത്ത് വന്നത് ശ്രദ്ധേയമായി. സംഭവത്തിനെതിരെ മലപ്പുറത്ത് സുപ്രഭാതം പത്രം കത്തിച്ച് പ്രതിഷേധിച്ച് ലീഗ് പ്രവർത്തകർ രംഗത്ത് വന്നതാണ് ശ്രദ്ധേയമായത്. മലപ്പുറം തിരൂരങ്ങാടിയിലാണ് പ്രതിഷേധം നടന്നത്. മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് സുപ്രഭാതം പത്രം കത്തിച്ചത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾ രണ്ടാംകിട പൗരന്മാരാകും, ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്നിങ്ങനെയുള്ള തലക്കെട്ടോടുകൂടിയാണ് LDF പരസ്യം സുപ്രഭാതം പത്രത്തിന്റെ ഒന്നാം പേജിൽ തന്നെ പ്രസിദ്ധീകരിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പടവും പരസ്യത്തിൽ ഉണ്ടായിരുന്നു. LDFന്റെ പരസ്യം സമസ്തയുടെ പത്രം നൽകിയതിനെതിരെയാണ് പ്രതിഷേധിച്ചത് എന്നാണ് പത്രം കത്തിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകനായ കോമുക്കുട്ടി ഹാജി വ്യക്തമാക്കിയത്. തിരൂരങ്ങാടി കൊടിഞ്ഞിയിലെ മുസ്ലിം ലീഗ് പ്രവർത്തകനാണ് പ്രതിഷേധിച്ച കോമുക്കുട്ടി ഹാജി. വർഷങ്ങളായി മുസ്ലിം ലീഗിനും സമസ്തയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് താനെന്നും തനിക്കൊരിക്കലും ഈ പരസ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്നും കോമുക്കുട്ടി ഹാജി വ്യക്തമാക്കി. എന്നാൽ സംഭവം വാർത്തയായതോടെ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് മുസ്ലിം ലീഗ്. കോമുക്കുട്ടി ഹാജി ലീഗിന്റെ ഔദ്യോഗിക ഭാരവാഹിത്വം ഉള്ളയാളല്ല എന്നാണ് മുസ്ലിം ലീഗ് സംഭവത്തെ ന്യായീകരിക്കുന്നത്. ഇത്തരത്തിൽ ഹീനപ്രവർത്തികൾ ചെയ്യുന്നവരെ കരുതിയിരിക്കണം എന്ന് സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗമായ സെലയും പ്രതികരിച്ചു. ഇടതുപക്ഷത്തിന്റെ പരസ്യം സമസ്തയുടെ പത്രത്തിൽ വരുന്നതിനെതിരെ പൊതുജനങ്ങൾക്കിടയിൽ വലിയ എതിർപ്പുണ്ടെന്നാണ് സാധാരണ പ്രവർത്തകർ പത്രം കത്തിച്ചതിലൂടെ മനസ്സിലാകുന്നത്. എന്നാൽ ലീഗ് ഇടത് നേതാക്കൾക്കിടയിൽ അന്തർധാര സജീവമാണെന്നാണ് അദ്ദേഹത്തിനെതിരെ ലീഗ് നേതാക്കൾ മുന്നോട്ട് വന്നതിൽ നിന്നും വ്യക്തമാകുന്നത്. കടുത്ത വർഗീയതയും മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ കടുത്ത അരക്ഷിതാവസ്ഥയും കുത്തിവെച്ചാണ് തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷം നേരിടുന്നത്. 2014 മോദി അധികാരത്തിൽ വന്നാൽ ഇവിടെ മുഴുവൻ മുസ്ലിങ്ങൾക്കും അപകടകരമാണ് എന്ന് പറഞ്ഞു തുടങ്ങിയ വാദങ്ങൾ ഇനിയും നിർത്താൻ ഇടതുപക്ഷം തയ്യാറായിട്ടില്ല. 10 വർഷം നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യ BJP ഭരിച്ചിട്ടും ഇവിടെ മുസ്ലിങ്ങളുടെ സുരക്ഷയ്ക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഇവിടെയുള്ള മുസ്ലിങ്ങൾക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്നാൽ കോമുക്കുട്ടി ഹാജിയെ പോലുള്ള ചിലരെങ്കിലും ഇവിടെയുണ്ട് എന്നത് ഒരു പ്രതീക്ഷയാണ്. അദ്ദേഹത്തിന്റെ നിലവാരത്തിലേക്ക് ഇവിടുത്തെ മുസ്ലിം ലീഗ് ഒരിക്കലും എത്താൻ പോകുന്നില്ല എങ്കിലും ആകെ 10,000 പേർക്ക് മാത്രം പൗരത്വം കൊടുക്കാൻ കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമവും പൊക്കിപ്പിടിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ അരക്ഷിതാവസ്ഥ വിതച്ചുകൊണ്ടാണ് ഇത്തവണയും LDFും കോൺഗ്രസും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വർഗീയതയല്ലാതെ വേറൊന്നും പറയാനില്ലാത്ത അവർ പിന്നെ എന്ത് പറയും എന്ന ചോദ്യം പ്രസക്തമാണ്. നിങ്ങൾ നിങ്ങളുടെ വർഗീയതയും കുത്തിത്തിരിപ്പുമായി മുന്നോട്ട് പോവുക, ഞങ്ങൾ ഞങ്ങളുടെ വികസനവും രാജ്യപുരോഗതിയുമായി മുന്നോട്ട് പൊയ്ക്കൊള്ളാം എന്നതിൽ കൂടുതൽ ഒന്നും ഇവനോട് പറയാനില്ല. ആകെ ഒരു തരി മാത്രമാണ് ഇന്ത്യയിൽ ബാക്കിയുള്ളത്. അതും അണയുന്ന കാലം വിദൂരമല്ല. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.